നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോൾ അലമേലും അകത്തുണ്ട്, അവൾക്ക് വേണം ആദ്യം കാപ്പിയിട്ട് കൊടുക്കാന്ന് ചെട്ടിയാരെ ഭാര്യ പറഞ്ഞപ്പോ ഞാൻ കരുതി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വല്ല അടുക്കളപ്പണിക്കോ മറ്റോ ആണെന്ന്. എന്റെ പൊട്ടബുദ്ധി, അല്ലാതെ എന്തു പറയാനാ. കഥയറിയാതെ ഞാൻ ആ കാര്യം അല്ല നായരെ കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു. എന്താ എന്താ ഇവിടെ? മോളിതുവരെ കോഫി കുടിച്ചില്ലേ? ഇല്ല, കുടിക്കാൻ പോവുക. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അദ്ദേഹത്തിനും എനിക്കും കോഫി എടുത്തോ? ഇല്ല, ഇപ്പൊ എടുക്കാം. അക്കയല്ലേ പറഞ്ഞത് മോൾക്ക് ആദ്യം കാപ്പി കൊടുക്കാൻ. കൊടുത്തല്ലോ, ഇനി പോയിക്കോ. എന്നാ മോളെ കോഫി കുടിക്കേ. മോൾക്ക് ഈ വേലക്കാരിയെ നേരത്തെ അറിയോ? ഇല്ല ഇല്ലമ്മേ. അവരെന്താ മോളോട് ചോദിച്ചത്? വെറുതെ ഓരോ കുശലങ്ങൾ. മോൾ അതിനൊന്നും നിന്ന് കൊടുക്കണ്ട കേട്ടോ, അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടാവില്ല. കോഫി കുടിക്കേ. എന്തിനാ കരയുന്നത്? മനസ്സിലായി, സങ്കടക്കണ്ണീരാണല്ലേ? ഞാൻ മടങ്ങി വന്നതിലുള്ള സങ്കടം. എനിക്കറിയാം ഇവിടെ പലരുടെയും മനസ്സിലിരിപ്പ്. മോക്ഷം തേടി ഞാൻ കാശിയിലെ ഏതെങ്കിലും സമാധി മണ്ഡപത്തിലെ ചിതയിലെരിയുമെന്ന് സ്വപ്നം കണ്ടുവല്ലേ? വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്? വേദനയോ? എന്തിന്? എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരിക്കലും അല്ല. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. മടങ്ങി വരുന്നത് കാത്തിരിക്കുകയായിരുന്നു, പ്രാർത്ഥനകളോടെ ഇത്രയും ദിവസം. നിന്റെ പ്രാർത്ഥന ഫലിച്ചില്ലേ? ഞാൻ മടങ്ങി വന്നില്ലേ? ഇനി എന്താ വേണ്ടത്? കുറച്ച് ദയ എന്നോട് കാണിച്ചൂടെ? വീണ്ടും എന്തിനാ പഴയതുപോലൊക്കെ? അറിഞ്ഞോ അറിയാതെയോ വിശ്വേട്ടനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനുഷ്യനുണ്ടായ കാലം മുതലേ തെറ്റുകാരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അല്ല, അവരെ കുറ്റം പറയാനും പറ്റൂല. അവരുടെ തെറ്റ് അവർക്കൊരിക്കലും തെറ്റല്ലല്ലോ. വിശ്വേട്ടൻ പോയിട്ട് അമ്മയെക്കുറിച്ച് എന്തെങ്കിലും? ഓ, അത് ചോദിക്കാനാണോ ഇപ്പൊ വന്നത്? ഇത് സ്വന്തം ചോദ്യമാണോ അതോ മാണിക്യമംഗലത്തെ മരുമക്കൾ അസോസിയേഷന്റെ ചോദ്യമാണോ? എന്തായാലും ഉത്തരവൊന്ന്, അമ്മ മരിച്ചു. അന്ന് ഞാൻ കേട്ടത് അമ്മയുടെ ശബ്ദമായിരുന്നില്ല. കേട്ട ശബ്ദത്തിന് എന്റെ ഭ്രാന്ത് പിടിച്ച മനസ്സ് അമ്മയുടെ രൂപവും ഭാവവും കൊടുത്തതാ. കാരണം എന്റെ മനസ്സിൽ അമ്മ എപ്പോഴും മരിച്ചിരുന്നില്ല. ഞാൻ അന്വേഷിച്ചു, അന്വേഷിക്കാവുന്നിടത്തൊക്കെ പിഴച്ചത്
എനിക്കാണോ അതോ അഘോരിക്കാണോ എന്നറിയാൻ ഒടുക്കം ഞാനത് കണ്ടുപിടിച്ചു. പതിവ് പോലെ പിഴച്ചത് എനിക്ക് തന്നെയാണെന്ന്. പിഴയ്ക്കാൻ മാത്രമാണല്ലോ മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ ചുവടുകൾ. ഇനി എന്താ നിനക്കറിയേണ്ടത്? ഞാൻ മരിച്ചു എന്നോ? മരിച്ചു. പറഞ്ഞില്ലേ, എന്നിലെ ഞാൻ മരിച്ചു. ഉയർത്തെഴുന്നേറ്റത് പുതിയ വിശ്വനാഥനാണ്. ഉൾക്കൊള്ളാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിനക്ക്. പക്ഷേ എന്റെ താളത്തിനും ശീലത്തിനുമൊപ്പം ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വിദ്യ എനിക്ക് നന്നായിട്ടറിയാം. പുതിയ വിദ്യകൾ പറഞ്ഞു തരാനാണോ അതോ മാന്യമായി ജീവിക്കാനാണോ ഈ മടങ്ങിവരവ്? ആഹാ, നീയും സ്വയം പുതുക്കിയല്ലോ. ഹ്, എന്തൊരു മാറ്റം, എന്തൊരാവേശം. കൊള്ളാം. എനിക്കങ്ങ് വല്ലാതെ ബോധിച്ചു. പക്ഷേ ഇപ്പൊ ഈ നിമിഷം ഈ മുറി വിട്ട് നീ പോണം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് പ്രവചിക്കാനാവില്ല. വിശ്വേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഓരോ നേരത്ത് ഓരോ സ്വഭാവമാണല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇറങ്ങിപ്പോകാൻ. ഇല്ല, ഞാൻ പോവില്ല. ആദ്യം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വിശ്വേട്ടൻ പറയണം. ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ പെണ്ണുങ്ങളെ തകർക്കാന്നാണോ? അതിനാണോ നിങ്ങളുടെ ഏട്ടൻ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയിരിക്കുന്നത്? അതേടി, അതിന് തന്നെ. നിന്റെയൊക്കെ പുക കണ്ടിട്ടേ ഞങ്ങൾ ഈ സമാധാനത്തിൽ ഉറങ്ങുന്നുള്ളൂ. എന്താ വല്ലതും ചെയ്യാനുണ്ടോ നിനക്കൊക്കെ? ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കടി. അതെ, ചെയ്യാൻ തന്നെയാ തീരുമാനം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നിങ്ങൾ തലയിൽ കയറി നിറങ്ങുന്നോ? നീ തൊട്ടു പോരുത് തന്നെ. കെട്ടിയവനെ തിരിച്ചു തല്ലി ഗുരുത്വദോഷി ആക്കരുത് തന്നെ. നീ എന്താടി പറഞ്ഞേ? നീ എന്നെ തല്ലുവെന്നല്ലേ? എങ്കിൽ പിന്നെ ഒന്ന് കാണട്ടടി. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. തല്ലുന്ന് പറഞ്ഞ തല്ലും. നിങ്ങൾ ആരെ കണ്ടിട്ടാ ഈ ഹാലിളകുന്നത്? പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ആത്മാവും ശരീരവും പകുത്തെടുത്ത് കുടത്തിലാക്കി അത്ഭുതാവതാരം പൂണ്ട നിങ്ങളുടെ ഏട്ടനെ കണ്ടിട്ടോ? അതേടി, അത് തന്നെ. എന്റെ ഏട്ടനെ എന്റെ ദൈവവാ. കഷ്ടം, ഇത്രയും കിട്ടിയിട്ട് നിങ്ങൾ പഠിച്ചില്ലല്ലോ. അതെങ്ങനെയാ? നാണ എന്നൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? കാമുകിയെ വേലക്കാരിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് സ്വന്തം ഭാര്യ ഉറക്കിക്കിടത്തി അവൾക്ക് ഗർഭം ഉണ്ടാക്കിയ മഹാനല്ലേ നിങ്ങള്? പിടിക്കപ്പെടുന്ന ഉറപ്പായപ്പോ അവളെ കൊന്നുകളഞ്ഞ ദ്രോഹി. എന്നിട്ട് യാതൊരു ദയയും ഇല്ലാതെ സ്വന്തം ഭാര്യയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന് കൂട്ടു നിർത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ അല്ലേ നിങ്ങള്? ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ? മിനിമം നിങ്ങൾക്ക് നാണിച്ചെങ്കിലും കൂടെ. നാണിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ലടി. ഞാൻ നിൽക്കുന്നതേ എന്റെ വീട്ടിലാ. ഇതൊക്കെ സഹിച്ച് നിൽക്കാമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി.